ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റിലെ ചോദ്യം എന്ന് പറയുന്ന പാഠഭാഗവും അതുപോലെ തന്നെ കള്ളം എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നും അതിലെ പ്രവർത്തനങ്ങളും അതിലെ ഉത്തരവും നമുക്ക് നോക്കാം. ഓക്കെ, സ്നേഹവും സമഭാവനയുമെല്ലാം നമ്മുടെ സംഭാഷണത്തിൽ കടന്നു വരണം. ഉറുമ്പിൻ്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് അത് നമുക്ക് നോക്കാം. ചോദ്യമാണ്, എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടിച്ചാടി? ആരുടെ പുറത്താണുള്ളത്? ആനപ്പുറത്താണുള്ളത് അല്ലേ? അപ്പൊ ചോദിക്കുകയാണ് എങ്ങോട്ടാണ് ചാടിച്ചാടി എന്ന്. ആരോടാ ചോദിക്കുന്നത്? തവളയോടാണ്. തവള ചാടി അല്ലാതെ പിന്നെ തുഴഞ്ഞു പോണോ? അല്ല പിന്നെ. അപ്പോൾ എന്താണ് ചാടി അല്ലാതെ പിന്നെ എങ്ങനെ തുഴഞ്ഞു പോണോ എന്ന് നമ്മുടെ തവള തിരിച്ചു ചോദിക്കുകയാണല്ലേ. അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷി വരുന്നുണ്ട്. പറന്നല്ലാതെ നീന്തി പോണോ? ഓരോ ചോദ്യം കേട്ടില്ലേ? അപ്പം എന്താണ് ഈ ഉറുമ്പിൻ്റെ ചോദ്യം പക്ഷി കേട്ടപ്പോൾ പക്ഷി ചോദിക്കുകയാണ് പറന്നല്ലാതെ പിന്നെ എങ്ങനെ നീന്തി പോണോ? ഓരോ ചോദ്യം കേട്ടില്ലേ എന്ന് പറയാണ്. ഈ പറന്നുള്ള പോക്ക് എങ്ങോട്ടാണാവോ എന്ന് നമ്മുടെ ഉറുമ്പ് ചോദിച്ചപ്പോഴാണ് മറുപടി കിട്ടിയത് അല്ലേ. ഇനി അടുത്തത് ഉറുമ്പ് പാമ്പിനോട് ചോദിക്കുകയാണ്, ഇഴഞ്ഞിട്ട് എങ്ങോട്ടാ രാവിലെ തന്നെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ പാമ്പ് എന്താ മറുപടി പറയുന്നത്? ഈ പാവങ്ങളും ജീവിച്ചു പോയിക്കോട്ടെ. അവന്റെ ഒരു അഹങ്കാരം എന്താണ്? പാവങ്ങളായിട്ടുള്ള ഞങ്ങളും ജീവിച്ചു പോയിക്കോട്ടെ, ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കട്ടെ, ഞങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് എന്ന് പറയാണ്. അടുത്തത് ഉറുമ്പ് ചോദിക്കുന്നത്, ഒരാളോടും ഒന്നും ചോദിച്ചൂടല്ലേ എന്ന് ചോദിക്കുകയാണ്. കാരണം ചോദിക്കുന്നവരെല്ലാം തർക്കുത്തരം പോലെയാണ് മറുപടി പറയുന്നത് അല്ലെ. കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ എന്ന് ആന പറയാണ്. എന്താണോ അങ്ങോട്ട് കൊടുത്തത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. NT രാജീവ് ആനക്കാര്യം എൻ്റെ കാര്യം എന്ന് പറയുന്ന ഒരു ചെറിയ ചിത്ര സംഭാഷണമാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. ഇനി ഇതിലെ ചോദ്യങ്ങളുണ്ട്. നമുക്ക് ചോദ്യങ്ങളും അതിന്റെ ഉത്തരവും നോക്കാം. ഒന്ന്, ചോദ്യങ്ങളിൽ നിന്ന് ഉറുമ്പിന്റെ സ്വഭാവത്തെ പറ്റി എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയും? എന്താണ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്? ഉറുമ്പ് ആത്മവിശ്വാസവും ധൈര്യവുമുള്ള വിനയത്തോടെ പെരുമാറുന്ന ഒരു ജീവിയാണ്. എന്താണ്? ഉറുമ്പ് ആത്മവിശ്വാസവും ധൈര്യവുമുള്ള വിനയത്തോടെ പെരുമാറുന്ന ഒരു ജീവിയാണ്. അതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന തരത്തിൽ സംഭാഷണം മാറ്റി എഴുതി കാർട്ടൂൺ തയ്യാറാക്കൂ. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ സ്നേഹവും സമഭാവനയും നിറഞ്ഞ പുതിയ സംഭാഷണം നമുക്ക് എഴുതണം. അത് നമ്മൾ എന്ത് ചെയ്യണം? കാർട്ടൂൺ രൂപത്തിൽ എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരെ, ഈ ഒരു സംഭവത്തിനെ ഒരു കാർട്ടൂൺ രൂപത്തിൽ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കുക. ഓക്കെ, ഇനി ഇതിലെ അടുത്ത പാഠഭാഗം ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ ഭാഷ മറ്റുള്ളവരെ വേദനിപ്പിക്കും എന്നുള്ളതാണ് പറയുന്നത്. ശരിയാണല്ലേ? ഭാഷ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും, ഭാഷയായിക്കോട്ടെ പ്രവൃത്തി ആയിക്കോട്ടെ, എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ വേണം ഉപയോഗിക്കാൻ. കള്ളം എന്ന് പറയുന്ന ഒരു കൊച്ചു കവിതയാണ്. കള്ളം പറയണം, കള്ളം പറയാൻ നമ്മൾ പഠിക്കണം. കൊതിയോടെ കഴിക്കാൻ വെച്ച മധുരം കൂടെ പിറപ്പ് ചോദിച്ചാൽ എനിക്ക് വേണ്ട എന്ന് കള്ളം പറയണം. സ്നേഹമുള്ളവർ വേദനിപ്പിക്കും വിധം സംസാരിച്ച് പിന്നീട് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് കള്ളം പറയണം. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ വിളിച്ചാൽ തിരക്കാണോ എന്നതിന് അല്ല എന്ന് കള്ളം പറയണം. മനസ്സിൽ തിരയടിക്കുമ്പോഴും എതിരെ വന്നയാൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് കള്ളം പറയണം. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയാൻ മറക്കരുത്, എൻ്റെ വേദനകളെ ഞാൻ അതിജീവിച്ചു എന്നത്. നിറമുള്ള അക്ഷരങ്ങൾ ഷിഫാന ഷെറിയാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? ഇത് നല്ലതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കള്ളം പറയുന്നത് അല്ലെ. നമ്മളോട് ആരോടെങ്കിലും കൊതിയോടെ വന്നിട്ട് ഇത് കഴിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാളുടെ കയ്യിൽ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, അയാൾക്ക് അത് ആവശ്യം ഉണ്ടാവും. അപ്പൊ നമ്മൾ വേണമെങ്കിൽ നമ്മളവിടെ വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാളെ സന്തോഷിപ്പിക്കുകയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി സ്നേഹമുള്ളവർ നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളോട് വിഷമമായോ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഇല്ല എന്ന് പറയണം. കാരണം അല്ലെങ്കിൽ അയാൾക്ക് വിഷമമാവും അല്ലെ. അപ്പൊ അത് ആലോചിച്ചിട്ട് നല്ല രീതിയിലുള്ള കള്ളമാണ് അവിടെ ഇല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് എത്ര തിരക്കായിക്കോട്ടെ, മറ്റുള്ളവർ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം അല്ലെ. അത് നല്ല ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ അതിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരക്കാണോ ചോദിച്ചാൽ അല്ല എന്ന് പറയണം. ഇനി മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് ഒരാൾ സുഖമാണോ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? സുഖമാണ് എന്ന് പറയും അല്ലെ. കാരണം നമ്മുടെ പ്രശ്നങ്ങളൊന്നും അവരെയും പറഞ്ഞ് അവരെ സങ്കടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഇതൊക്കെ കഴിയുമ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കള്ളങ്ങൾ പറയും. അവസാനം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ വേദനകളെ നമ്മൾ എന്ത് ചെയ്തു?
അതിജീവിച്ചു എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു കവിത. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്ന്, കളിയായും പൊളി പറയരുത് എന്നൊരു ചൊല്ലുണ്ട്. പൊളി എന്നാൽ കള്ളം. കള്ളം പറയുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ്, കള്ളം പറയുന്നത് ശരിയല്ല. ചിലപ്പോൾ നമ്മൾ തമാശക്കായിരിക്കും കള്ളം പറയുന്നത്, പക്ഷേ ആ ശീലം പതുക്കെ നമ്മളെ വലിയ കള്ളങ്ങൾ പറയാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് കളിയായി പോലും കള്ളം പറയരുത് എന്നാണ് പറയുന്നത്. കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞതെങ്കിൽ എന്താ സംഭവിക്കുക? കവിതയിൽ നുണ പറഞ്ഞിടത്തെല്ലാം നേരാണ് പറഞ്ഞിരുന്നതെങ്കിൽ ചോദിച്ചവർക്ക് അത് വലിയ വിഷമമായേനെ. നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള സ്നേഹം കൊണ്ടും അവരുടെ സങ്കടം മാറ്റാൻ വേണ്ടിയും ചില കുഞ്ഞു കള്ളങ്ങൾ പറയുമ്പോൾ അത് അവർക്ക് സന്തോഷമാവുകയും അമ്മിൽ സന്തോഷമുണ്ടാക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നല്ല രീതിയിൽ കള്ളത്തിലൂടെ നല്ല സന്തോഷം ചെയ്യുന്നത് അല്ലെ. ഇനി അടുത്തത്, ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലെ. ഈ ചിത്രം നോക്കൂ നിങ്ങൾ. എന്താണ്, കുറേ ഉറുമ്പുണ്ട്, അതുപോലെ തന്നെ പുഴു ഉണ്ട് അല്ലെ. ആ ഒരു ഇലകളൊക്കെ കഴിക്കുകയാണ്. കവി പറഞ്ഞതുപോലെ ഈ ചിത്രത്തിലെ ചെടി പറയാനിടയുള്ള കള്ളങ്ങൾ എന്തെല്ലാമായിരിക്കും? എന്തൊക്കെയായിരിക്കും പുഴു ആ ഒരു ചിത്രത്തിലൂടെ പറയുന്നത്? പുഴു ഇല തിന്നുമ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല, അത് എനിക്കൊരു പ്രശ്നമേയല്ല. പുതിയ ഇലകൾ വരാൻ വേണ്ടിയാണ് പഴയ ഇലകൾ പോയത്. ഇല തിന്നുന്ന പൂവിനോടാണ് എൻ്റെ ഇലകൾ തിന്നല്ലേ നിനക്ക് ജീവിക്കാൻ കഴിയും. നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാൻ എനിക്കിഷ്ടം. ഞാൻ നല്ല ആരോഗ്യവാനാണ് എന്നൊക്കെ ഇല കള്ളം പറഞ്ഞിട്ടുണ്ടാകും. ഇലകൾ പുഴു തിന്നുമ്പോൾ ചെടിയുടെ ഭാഗം പോവുകയും ചിലപ്പോൾ വാടിപ്പോവുകയും ചെയ്തേക്കാം. പക്ഷേ പുഴുവിൻ്റെ വിശപ്പിനാണ് ചെടി അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ. അപ്പൊ പുഴു അത് തിന്നുമ്പോഴും നമ്മുടെ ഇല ചിലപ്പം സന്തോഷത്തോട് കൂടിയിട്ടാവും അത് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്കിത് എഴുതാൻ വേണ്ടി പറ്റും. അടുത്തത് നേരും നുണയും എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.